ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് കടമക്കുടിക്കാണേ. ഇതൊരു സൺഡേ ഈവനിങ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. ഇത് എടപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. എടപ്പള്ളിയിൽ നിന്ന് വെറും 14 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ കടമക്കുടി എന്ന് പറയുന്ന ഐലൻഡിലോട്ട്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് കടമക്കുടിക്ക് പോകുന്നത്. അതുകൊണ്ട് വലിയ യാത്രേനെ പറ്റിയിട്ട് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായമൊന്നും വേണ്ടായിരുന്നു. ഡയറക്റ്റ് നമുക്ക് ഓൾറെഡി പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് ഓൾറെഡി നമ്മൾ എക്സ്പേർട്ടായി എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ആ ഒരു റൂട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ലേശം പോലും ഡൗട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എക്സാക്റ്റ് ലൊക്കേഷനിൽ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ കടമക്കുടി എന്ന് പറയുന്ന ഐലൻഡിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഇതെന്ന് പറഞ്ഞാൽ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇത് സൺഡേ ആണ്. പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളോടൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ സൺഡേ പോകുന്നതിനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ കടമക്കുടി അല്ലെങ്കിൽ ഐലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കഴിവതും നിങ്ങൾ വീക്കെൻഡ് നോക്കാതെ ഇട ദിവസങ്ങളിൽ പോകാൻ നോക്കാം. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടോ, ഒരു ഓപ്പൺ ജിം സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒത്തിരി പേരുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളും ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ നമുക്ക് എല്ലാത്തിലൊക്കെ കയറാനും ഒക്കെ പറ്റി ജിമ്മിൽ. പപ്പുണ്ണി ഹാപ്പി ആയിരുന്നു. പാർക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സെറ്റപ്പ് കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാം. പിന്നെ ഇതുണ്ടോ ബോട്ടിങ്ങും കാര്യങ്ങളും കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊന്നും കയറിയില്ല കേട്ടോ, കാരണം ഒരു 5-5:30 ആയി നമ്മളവിടെ ചെന്നപ്പോൾ. കുറച്ചുകൂടി നേരത്തെയൊക്കെ ചെല്ലണം ഈ ഒരു ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ പ്ലാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെയൊന്നും നമ്മളങ്ങനെ നിന്നില്ലായിരുന്നു. ഒത്തിരി ലേറ്റായിട്ടാണ് ചെന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് ചായ കുടിക്കാൻ പോയപ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച കണ്ടത്. കണ്ടോ, ഒരു 6 മണിയോടടുത്തപ്പോഴാണ് നിറച്ച് പക്ഷികൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാതിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങളൊരു 1.5 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്, അവിടെ നിന്ന് നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ് സൺസെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി അങ്ങനെ കടമക്കുടിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു ഹിഡൻ പ്ലേസ് ആണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ ക്രൗഡൊന്നുമല്ല, അധികം ആരുടെ ശല്യമൊന്നുമില്ല. അതുപോലെ നമുക്ക് നല്ലൊരു ഫോട്ടോ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. പ്ലേസിൻ്റെ പേര് എനിക്ക് കറക്റ്റൊന്നും അറിയത്തില്ല, കാരണം കടമക്കുടിയിൽ നിന്ന് കുറച്ചും കൂടി മുന്നിലോട്ട് പോകണം. കഴിഞ്ഞ് ഒരു അമ്പലമൊക്കെ ഉണ്ട്, അതും കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്ററും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാലം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ വർഷങ്ങളായിട്ട് പണി തീരാതെ കിടക്കുന്ന ഒരു പാലമാണെന്നാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, സൺസെറ്റ് കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. ഒത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഒരു അരമണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു, ഫോട്ടോയൊക്കെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു സൺസെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊരു 5:45-6 മണിക്കുള്ളിൽ വന്നൊരു കാഴ്ചയാണ്. നമ്മൾ ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ, പുണ്ണിക്കാണെങ്കിൽ സൺസെറ്റ് എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാനത് പറഞ്ഞൊക്കെ കൊടുത്തു, മോനെ ഇങ്ങനെയാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആൾക്ക് അത്ര മനസ്സിലാവുന്നില്ല, കാരണം 5 വയസ്സുകാരനല്ലേ, അത്രയൊക്കെ ആൾക്ക് കത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ആൾക്ക് ആ ഒരു ഇതെടുക്കാനുള്ള ടൈമില്ല മനസ്സിലാക്കാനുള്ള. ആൾക്ക് അവിടെ കിടന്ന് ഓടിക്കളിക്കണം, കാരണം ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണേ. അപ്പോൾ എനിക്കാണെങ്കിൽ നൊസ്റ്റായിരുന്നു, കാരണം പണ്ട് എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു ഈ കാണുന്നത്. കാരണം ഞാൻ എപ്പോൾ പടം വരച്ചാലും എനിക്ക് എളുപ്പത്തിൽ വരയ്ക്കാനും അതുപോലെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ, പിന്നെ താഴെ ഒരു മല, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പുഴ, പിന്നെ ഒരു വഞ്ചിക്കാരൻ വള്ളം തുഴയുന്നത്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീലാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നോക്കാനായിട്ടും കാഴ്ചകൾ കാണാനായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ നാടൊക്കെ മൊത്തത്തിൽ മാറി വരികയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളും ഇതുപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു പ്ലേസ് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും. കാരണം വളരെ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ അതുപോലെ നല്ല കാറ്റ്, നല്ല വെളിച്ചം, നല്ല വായു, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു സ്ഥലം. ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്.
അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോഴും എന്നോട് ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ, ഇത് എവിടെയാണ്, ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാണല്ലോ, എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം. അപ്പോൾ ഞങ്ങളൊരു 6:15 ആയപ്പോൾ ഈ ഒരു പ്ലേസിനോട് ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ്, ഈ ഒരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.